ലാഗ് എങ്ക പാത്താലും ലാഗ്. ഗെയിം ഓപ്പൺ അടിക്കുമ്പോൾ ലാഗ്, ഗൺ എടുക്കുമ്പോൾ ലാഗ്, ഹെഡ്ഷോട്ട് അടിക്കുമ്പോൾ ലാഗ്, ഗ്ലൂ വാൾ ഇടുമ്പോൾ ലാഗ്. എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ആണല്ലേ. For every kind of problem there is a single solution, that is subscribe to Psychic Gamers. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ അങ്ങനെ വന്ന് നമ്മുടെ ഫ്രീ ഫയർ ഗെയിം കളിക്കുന്ന പ്ലെയേഴ്സിൻ്റെ അളവിൽ നല്ല രീതിയിൽ ഡൗൺ വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിം നമ്മൾ കളിച്ച് ബോറടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഗെയിം ബാനായി പോയത് കൊണ്ടോ ഒന്നല്ല, നമ്മുടെ ഗെയിമിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് മാത്രമാണ്. അതായത് ലാഗ്, ഓട്ടോബാക്ക്, ഫ്രീസിങ്, അങ്ങനെ കുറേ പ്രോബ്ലംസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ പ്രോബ്ലംസൊക്കെ കാരണമാണ് കുറേ ഫ്രീ ഫയർ പ്ലെയേഴ്സ് ഇപ്പോൾ ഗെയിം നിർത്തിപ്പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ വ്യൂസ് കിട്ടാത്തതിന് കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റ് മോശമായതുകൊണ്ടല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. എന്താണ് മച്ചാന്മാരെ സപ്പോർട്ട് ചെയ്യാത്തത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസും കാര്യമൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്, എന്നിട്ട് നിങ്ങൾ സപ്പോർട്ടും കാര്യമൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതിൽ നിന്ന് എനിക്ക് തീരെ ഏണിങ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എൻ്റെ ഏണിങ്സ് ഞാൻ ഓൾറെഡി റിവ്യൂലും കാര്യമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് എനിക്ക് ഏണിങ്സ് ഒന്നും പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെയുള്ള ലാഗ് ഫിക്സിങ്, ബാക്കി പ്രോബ്ലംസൊക്കെ ഫിക്സ് ചെയ്യാനുള്ള വീഡിയോസും കാര്യമൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ പൈസയും കാര്യമൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല. ജസ്റ്റ് നല്ല കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെയുള്ള ചെറിയ സപ്പോർട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മെയിൻ കണ്ടൻറ്റിലേക്ക് പോവാം. നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഈ പലതരത്തിലുള്ള പ്രോബ്ലംസൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റൊരു സൊല്യൂഷൻ മാത്രമേ കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ആ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കോൺഫിഗ് ഫയലാണ്. അപ്പോൾ കോൺഫിഗ് ഫയൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറേ മച്ചാന്മാർ വീഡിയോ സ്കിപ്പ് അടിച്ചിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊന്നും കോൺഫിഗ് ഫയൽ എന്താണ് എന്ന് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഫിഗ് ഫയൽ എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. കോൺഫിഗ് ഫയൽ എന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അത് വലിയ ഹാക്കും കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ടുള്ളൊരു ഡാറ്റ ഫയലാണ്. നമ്മുടെ ഫ്രീ ഫയറിൻ്റെ നോർമലായിട്ടുള്ള ഡാറ്റ ഫയൽ നമ്മൾ കുറച്ച് മോഡിഫൈയും കാര്യമൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു കോൺഫിഗ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോഡിഫൈ എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചക്ടറും കാര്യമൊന്നും ഇഞ്ചക്റ്റ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് നമ്മളുടെ നോർമൽ ഡാറ്റയിലുള്ള കുറച്ച് ഫയൽസും സൗണ്ട് എഫക്ട്സും അതേപോലെ തന്നെ സ്കിന്നും കാര്യമൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നതാണ്. എന്നിട്ട് ബാക്കി വരുന്ന മെയിനായിട്ടുള്ള ഫയലാണ് നമ്മൾ കോൺഫിഗ് ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മച്ചാന്മാരെ, ഫയൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡിവൈസിന് യാതൊരു തരത്തിലുള്ള കംപ്ലൈൻ്റ് ഒന്നും വരാൻ പോകുന്നില്ല. ടോട്ടലി സേഫ് ആയിട്ടുള്ള ഫയൽ തന്നെയാണ്. അപ്പോൾ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID തന്നിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോയതിന് ശേഷം എൻ്റെ ബയോയിൽ ഒരു സംഭവം തന്നിട്ടുണ്ട്, ഒരു ലിങ്ക് തന്നിട്ടുണ്ട്, ലേറ്റസ്റ്റ് ഫയൽസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾ മീഡിയ ഫയറിലേക്കാണ് റീഡയറക്റ്റ് ആവുന്നത്. അപ്പോൾ മീഡിയ ഫയറിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ഫയർ മാക്സ് ആണോ ഫ്രീ ഫയറിൻ്റെ ആണോ ഏതാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സിമ്പിളായിട്ട് ഫയൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സും കാര്യമൊക്കെ സിമ്പിളാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന ഒരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. ആ ഒരു പാസ്വേഡ് ഈ ഒരു വീഡിയോയിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് പാസ്വേഡും കാര്യമൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചാനലിൽ ഞാൻ ഗിവ് എവേയും കാര്യമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സും കാര്യമൊക്കെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് അടിക്കുക. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഫോൺ എടുത്ത് നിൽത്തടിക്കുക. ഓ ഗൈസ്, ഇതിലും കിടക്കാച്ച വീഡിയോസ് തിരിച്ചു വരുന്നതായിരിക്കും. See you on my next video. Till then, goodbye.